എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ ഭാഗം പഴയ നിയമ ആരാധനയുടെ പ്രധാനപ്പെട്ടതായ വിഷയമാണ്. ഇസ്രായേൽ മക്കൾക്ക് യഹോവയായ ദൈവം മോശ മുഖാന്തരം കൊടുത്തതായ തിരുനിവാസത്തിന്റെ നിർമ്മാണ പദ്ധതി. സമാഗമന കൂടാരം എന്നറിയപ്പെടുന്ന ആ ദൈവത്തിന്റെ മരുഭൂമിയിലെ കൂടാരത്തിന് പ്രത്യേകതകൾ വളരെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 25-ാം അധ്യായം നാം ഏതാണ്ട് പഠിച്ച് കഴിഞ്ഞു. അവിടെ തിരുനിവാസത്തിലുള്ളതായ 4 വിലപ്പെട്ട ഉപകരണങ്ങളുടെ നിർമ്മിതിയും അതിന്റെ പ്രത്യേകതകളും അതിന്റെ പ്രാധാന്യതയും പുതിയ നിയമത്തിൽ അതിനുള്ളതായ സ്ഥാനങ്ങളുമൊക്കെ നാം ചിന്തിച്ചതാണ്. പഴയ നിയമത്തിൽ മരുഭൂയാത്രയിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ആ സമാഗമന കൂടാരം അതോടെ അവരുടെ മരുഭൂയാത്രയോടെ കഴിഞ്ഞു. അല്ലെങ്കിൽ ശലോമോന്റെ ആലയം വന്നതോടുകൂടി അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു. അതിനി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പഠിപ്പിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാതെ പറയുന്നതായ കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമ ആരാധനയുടെ ശ്രേഷ്ഠതയും അതിന്റെ ദൈവിക ഭാവവും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം കൊടുത്ത സമാഗമന കൂടാരത്തെ കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനമെങ്കിലും നമുക്കുണ്ടായിരിക്കണം. കാരണം കർത്താവ് പറഞ്ഞത് അത് സ്വർഗീയ കൂടാരത്തിന്റെ മാതൃകയെന്നാണ്. മരുഭൂമിയിൽ 40 വർഷം ആ യാത്രക്കിടയ്ക്ക് ദൈവത്തെ ആരാധിക്കുന്നതിന് താൽക്കാലികമായി കൊടുത്തതായ കൂടാരം അല്ലാതെ പിന്നെയോ പ്രൈസ് ദി ലോർഡ് നിത്യതയിൽ കർത്താവിനോടുകൂടെ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതിന് സ്വർഗത്തിലൊരു കൂടാരമുണ്ട്, ഒരു ആലയമുണ്ട്. സ്വർഗീയ കൂടാരത്തിന്റെ മാതൃകയാണ് ആ മരുഭൂമിയിൽ നിർമ്മിക്കുവാൻ യഹോവയായ ദൈവം മോശയ്ക്ക് കൽപ്പിച്ചു കൊടുത്തതായ സമാഗമന കൂടാരം. അങ്ങനെയെങ്കിൽ നാം കണ്ടിട്ടില്ലാത്ത ആ സ്വർഗീയ കൂടാരം എങ്ങനെയായിരിക്കുന്നു എന്നും അവിടെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നും ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഒക്കെ ഒരു ഏകദേശ രൂപം മനസ്സിലാക്കണമെങ്കിൽ സമാഗമന കൂടാരത്തെ കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. മാത്രമല്ല ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് സ്വർഗത്തിലാണുള്ള സ്വർഗീയ കൂടാരത്തിലാണ്, സ്വർഗീയ നിവാസത്തിലാണ്. ഈ സ്വർഗീയ നിവാസം എന്താണ്? ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ ദൈവസഭയാണ്. ദൈവസഭയിൽ നാം എങ്ങനെ ആരാധിക്കണം, ദൈവസഭയിൽ നാം എങ്ങനെ ആയിരിക്കണം, ദൈവസഭ എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ളതായ ഒരു സാമാന്യ ജ്ഞാനം നമുക്കുണ്ടായേ മതിയാകുകയുള്ളൂ. ഇപ്പൊ സമാഗമന കൂടാരത്തെ കുറിച്ചുള്ളതായ ഭാഗങ്ങൾ നിസാരങ്ങളായി കരുതി അത് തള്ളിക്കളയാനല്ല, അത് എത്രത്തോളം ആഴത്തിൽ പഠിക്കാമോ ആ ആഴത്തിൽ പഠിച്ച് ദൈവത്തിന്റെ ആലയത്തോടുള്ളതായ ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ളതായ ബന്ധം വർദ്ധിപ്പിക്കുവാൻ അതിടയായിട്ട് തീരും. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ആ എബ്രായ ലേഖനം എന്ന് പറയുന്നത് സമാഗമന കൂടാരത്തിന്റെ വെളിച്ചത്തിലും അവിടെ നടക്കുന്നതായ യാഗങ്ങളുടെ അടിസ്ഥാനത്തിലും അവിടെ ശുശ്രൂഷിക്കുന്നതായ മഹാപുരോഹിതനെ കുറിച്ചുള്ളതായ വർണ്ണനയിലും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിവർത്തിക്കപ്പെട്ടതായ ശുശ്രൂഷയും നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ശുശ്രൂഷയും ഇനി നിവർത്തിക്കപ്പെടാനുള്ളതായ ശുശ്രൂഷയും വിവരിക്കുമ്പോൾ അതേക്കുറിച്ച് നമുക്ക് ഏകദേശ ജ്ഞാനം തരുന്നതാണ്. പ്രത്യക്ഷത്തിൽ മെറ്റീരിയലിസ്റ്റിക്കായി ഭൂമിയിൽ ദൈവത്താൽ നിർമ്മിക്കുവാൻ കൽപ്പന കൊടുത്തതായ സമാഗമന കൂടാരം. ആ സമാഗമന കൂടാരത്തിലുള്ളതായ 4 വിലപ്പെട്ട ഉപകരണങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞു. 7 ഉപകരണങ്ങളാണ് ആ സമാഗമന കൂടാരത്തിൽ പ്രധാനമായിട്ടുമുള്ളത് എന്ന് നമുക്കറിയാം.
അതിപരിശുദ്ധ സ്ഥലത്ത് 2-ഉം വിശുദ്ധ സ്ഥലത്ത് 3-ഉം പ്രാകാരത്തിലായി 2-ഉം. അങ്ങനെ വെളിയിൽ നിന്ന് കടന്നു വരുമ്പോൾ 2, 3, 2 അകത്തുനിന്ന് വെളിയിലേക്ക് വരുമ്പോഴും 2, 3, 2 എന്നുള്ളതായ ക്രമത്തിലും നമുക്ക് ആ സമാഗമന കൂടാരത്തിന്റെ ക്രമീകരണം കാണുവാനായിട്ട് കഴിയും. അതിനകത്ത് ഉള്ളതായ 4 ഉപകരണങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചു. 5-മത്തെ ഉപകരണം ആണ് ക്രമത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. അങ്ങനല്ലേ? സാധാരണ നമ്മൾ പറഞ്ഞു പോകുമ്പോ ഒരു സൈഡിൽ നിന്ന് ഓരോ കാര്യങ്ങളുടെ വിവരണമാണ് പറഞ്ഞു പോകുക. എന്നാൽ 25-മത്തെ അധ്യായം ശ്രദ്ധയോടെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് അടുത്തതായി നമ്മൾ ആദ്യം ദൈവത്തിന്റെ നിയമപെട്ടകത്തെ കുറിച്ച് പഠിച്ചു. ആ ദൈവത്തിന്റെ നിയമപെട്ടകത്തെ കവർ ചെയ്യുന്ന അല്ലെങ്കിൽ മൂടുന്നതായ കൃപാസനത്തെ കുറിച്ച് പഠിച്ചു. എന്നിട്ട് നാം അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ വലതുഭാഗത്തിരിക്കുന്നതായ കാഴ്ചയപ്പത്തിന്റെ മേശയെ കുറിച്ച് പഠിച്ചു. ഇടതുഭാഗത്തിരിക്കുന്നതായ നിലവിളക്കിനെ കുറിച്ചും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് എന്തായിരുന്നു? ആ തിരശീലയോട് ചേർന്ന് അതിപരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന തിരശീലയോട് ചേർന്ന് ഇരിക്കുന്നതായ സ്വർണ്ണ ധൂപപീഠത്തെ കുറിച്ചായിരുന്നു എഴുതേണ്ടിയിരുന്നത്. പക്ഷേ 25-മത്തെ അധ്യായം പൂർത്തീകരിച്ച് 26-മത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോ സ്വർണ്ണ ധൂപപീഠത്തെ കുറിച്ച് പറയുന്നതിന് പകരം എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. തിരുനിവാസത്തെ കുറിച്ചുള്ളതായ വിവരണമാണ് നമുക്ക് 26-മത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. 26-ാം അധ്യായത്തിന്റെ 1-മത്തെ വാക്യം വായിക്കുമ്പോ അവിടെ നമ്മൾ കാണുന്നത് തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂബുകൾ ഉള്ളവയായി അവയെ ഉണ്ടാക്കണം. Moreover, thou shalt make the tabernacle with 10 curtains of fine twinned linen, and blue and purple and scarlet, with cherubims on of cunning work shalt thou make them. സ്വർണ്ണധൂപപീഠത്തെ കുറിച്ച് പറയുന്നതിന് പകരം ആ തിരുനിവാസത്തെ കുറിച്ചാണ് അടുത്ത എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോ ആ 26-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോ പ്രധാനപ്പെട്ടതായ ചില വിഷയങ്ങൾ ആ 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയത്തിന്റെ ലിസ്റ്റാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ കഴിയുന്നത്. ഒന്ന്, തിരുനിവാസത്തിന്റെ മൂടുശീലകളുടെ അളവും ഉണ്ടാക്കേണ്ടതായ വിധവും. The dimensions and construction of the tabernacle's curtains. കർട്ടൻ എന്ന് പറയുമ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഭാഗങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതായ തിരശീലയല്ല. സമാഗമന കൂടാരത്തെ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ സമാഗമന കൂടാരത്തെ മൊത്തം മൂടുന്നതായ കർട്ടനാണ് അല്ലെങ്കിൽ ശീലകളാണ്. ആ ശീലകൾ എങ്ങനെയായിരിക്കണമെന്നും ഏത് വിധത്തിലായിരിക്കണമെന്നും അളവുകൾ എന്തായിരിക്കണമെന്നും മോശയ്ക്ക് പ്രധാന കൊടുക്കുകയാണ്. ആ അളവൊക്കെ ഇവിടെ എടുത്തിട്ട് അളവിന്റെയും ആ കർട്ടന്റെ പ്രത്യേകതയൊക്കെ ഇതിനകത്ത് വിവരിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ ആ കർട്ടനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിന്റെ ആന്തരിക അല്ലെങ്കിൽ ആത്മീക മനോഹരത്വം നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ഒന്നാമത് തിരുനിവാസത്തിന്റെ മൂടുശീലകളുടെ അളവും അതുണ്ടാക്കേണ്ട വിധവുമാണ്. 2-മത്തെ ഭാഗത്തിലേക്ക് വരുമ്പോ തിരുനിവാസത്തിന്റെ പലകകളുടെ അളവും അവ ഉണ്ടാക്കേണ്ട വിധവും. തിരുനിവാസം എന്ന് പറയുന്നത് വാസ്തവത്തിൽ എന്താണ്, എങ്ങനെയാണ് അതിന്റെ നിർമ്മിതി, അതുണ്ടാക്കേണ്ടതിനുള്ളതായ പലകകളുണ്ട്. ആ പലകകൾ എങ്ങനെയാണ്, അതിന്റെ സൈസ് എന്താണ്, അതിന്റെ ആകൃതി എന്താണ്, നീളം എന്താ, വീതി എന്താ, അതിന്റെ സ്വഭാവം എന്താ, ഇതേക്കുറിച്ച് മനസ്സിലാക്കുമ്പോ തിരുനിവാസത്തിന്റെ പലകകൾ പുതിയ നിയമത്തിൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇനിയും പലകകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അന്താഴമുണ്ടെന്ന് പറഞ്ഞാൽ the connecting rod which connecting between the planks എന്നാണ്. ആ പലകകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതായ അന്താഴങ്ങളുണ്ട്. അത് പുതിയ ആൾക്കാരോടൊന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പക്ഷേ പഴയ തലമുറയോട് പറഞ്ഞാൽ അത് മനസ്സിലാകും. ഞാനത് വിവരിക്കുമ്പോൾ ഞാൻ പറയാം. ഈ തിരശീലകൾ ഉണ്ടാക്കേണ്ട വിധം
അടുത്തത് ആലയത്തിൽ ഉപകരണങ്ങൾ വെക്കേണ്ട വിധം, വാതിൽ മറ ഉണ്ടാക്കേണ്ടതായ വിധം. ഇത്രയും കാര്യങ്ങളാണ് 26-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 26-ാം അധ്യായത്തിന്റെ പേജുകൾ മറിച്ചങ്ങ് പോകാം. അത് പ്രാധാന്യമില്ല എന്ന് നമ്മൾ ചിന്തിക്കും. അല്ല, വളരെ പ്രാധാന്യമുള്ളതായ ഭാഗമായതുകൊണ്ട് ഞാൻ അല്പം അവിടെ നിന്ന് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കർത്താവ് ശരണപ്പെടുകയാണ്. നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി എഫർട്ട് എടുക്കുന്നത്. പ്രൈസ്, അത് കേൾക്കാൻ ഒരാളെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിശ്ചയമായി ഞാൻ ആ ഭാഗം വിടുകയില്ല. ഇതൊന്നല്ല, പ്രൈസ് ലോർഡ്, എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും അത് നല്ല താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ അത് അല്പം നിർത്തി അതിന്റെ ആഴങ്ങളിലേക്ക് പോകുവാൻ തയ്യാറാകുന്നത്. പ്രൈസ് ലോർഡ്, ഞാൻ വിചാരിച്ചതുപോലെ സ്ലൈഡ്സ് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എങ്കിലും കിട്ടിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രൈസ് 1-2 സ്ലൈഡ് അതിനെക്കുറിച്ച് കാണിക്കാം. പ്രധാനമായും ഒരു സ്ലൈഡ് ആ തിരുനിവാസത്തിന്റെ മൂടി, അതിന്റെ മൂടിശീല കൊണ്ട് മറച്ച തിരുനിവാസമാണ് നമ്മൾ ഈ കാണുന്ന ഫിഗർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ നമ്മൾ കണ്ടു പ്രാകാരം, ആ തൂണുകളാൽ മറയ്ക്കപ്പെട്ടതായ മുറ്റം ഉൾപ്പെടുന്നതായ പ്രാകാരം വലിയ സ്ഥലമാണ്. അതിന്റെ ഒരറ്റത്തായിട്ട് കണ്ടതായ ഒരു കൂടാരം നമ്മൾ മനസ്സിലാക്കി. ആ കൂടാരത്തിന്റെ മുകൾ ഭാഗവും സൈഡും മുകൾ ഭാഗവും മറച്ചുകൊണ്ട് മൂടിക്കൊണ്ട് കിടക്കുന്നതായ ശീലയാണ് ആ മൂടുശീല എന്ന് പറയുന്നത്. അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു: തിരുനിവാസത്തെ പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ടുണ്ടാക്കിയ 10 മൂടുശീല കൊണ്ട് തീർക്കണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ 4 വ്യത്യസ്തമായ കളർ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. പഞ്ഞിനൂലുണ്ട്, നീലനൂലുണ്ട്, ധൂമ്രനൂലുണ്ട്, ചുവപ്പ് നൂലുണ്ട്. ഈ മൂടുശീല കൊണ്ട് മറച്ചതായ, മൂടി വച്ചിരിക്കുന്നതായ ഈ കൂടാരത്തെയാണ് തിരുനിവാസം എന്ന് നമ്മൾ പറയുന്നത്. ആ മൂടുശീലയുടെ അറ്റത്തുള്ളതായ കണ്ണികളിൽ കയറ് കൊടുത്തിട്ടുണ്ട്. ആ കയർ എന്ത് ചെയ്യുന്നറിയാമോ? ഈ കയറ് ഇത് വലിച്ച് വെളിയിൽ തറച്ചിരിക്കുന്നതായ കുറ്റിയോട് ചേർത്ത് കെട്ടിയിരിക്കുകയാണ്. അപ്പോ അതിന്റെ ആ 3 ഭാഗങ്ങളിലും നമുക്ക് ഈ മൂടുശീലകൾ ഇങ്ങനെ മൂടുശീലകൾ ഇങ്ങനെ മൂടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഈ മൂടുശീലയുടെ പ്രത്യേകതയാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആ മൂടുശീല എന്ന് പറഞ്ഞാൽ കിട്ടാൻ മതി എന്നല്ല, ഈ മൂടുശീല നമ്മുടെ കർത്താവിനെ റെപ്രസെന്റ് ചെയ്യുകയാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇനി മൂടുശീലയുടെ പ്രത്യേകത നോക്കിക്കേ. 4 തരത്തിലുള്ളതായ നൂല് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. 1 പിരിച്ച പഞ്ഞിനൂൽ, 2 നീലനൂൽ, 3 ധൂമ്രനൂൽ, 4 ചുവപ്പ് നൂൽ. ഈ 4 നിറവും നമുക്ക് വലിയ പരിചയം ആണ്, അല്ല പരിചയമില്ല എങ്കിൽ പരിചയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പിരിച്ച പഞ്ഞിനൂൽ, നമുക്കറിയാം പഞ്ഞി എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്, ഇല്ലേ? പഞ്ഞി വളരെ സോഫ്റ്റാണ്. അത് മാത്രമല്ല, ആ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വെള്ള നിറമുള്ളതായ പഞ്ഞി എടുത്ത് അതിനെ പിരിച്ച് നൂലാക്കിയിരിക്കുകയാണ്. ആ നൂല് കൊണ്ടാണ് കർട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നതായ ഒരു ഭാഗം നൂലെന്ന് പറയുന്നത് ഈ പഞ്ഞിനൂലാണ്. ഈ പഞ്ഞിനൂലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പഞ്ഞിനൂല് വെള്ള നിറമാണ്. മാത്രമല്ല, പഞ്ഞിനൂൽ വസ്ത്രമാണ് മഹാപുരോഹിതൻ ഉടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതായ വസ്ത്രം, അല്ലെങ്കിൽ മഹാപുരോഹിതന്റെ വിശേഷ വസ്ത്രം ഉണ്ടാക്കുവാൻ ഉപയോഗിക്കുന്നതായ ആ നൂലെന്ന് പറയുന്നത് പഞ്ഞിനൂൽ വസ്ത്രമാണ്. പ്രത്യേകിച്ച് പാപപരിഹാരം യാഗം അർപ്പിക്കുവാനായിട്ട് കടന്നു വരുന്നതായ മഹാപുരോഹിതന്റെ വേഷം പഞ്ഞിനൂൽ വസ്ത്രം കൊണ്ടാണ് ഉണ്ടാക്കുന്നത്.
പ്രൈസ് ദി ലോർഡ്. അത് പഞ്ഞിനൂൽ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ നിഴലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് പഞ്ഞിനൂൽ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് 19-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോ, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 19 വേഴ്സസ് 8, അവിടെ ഇങ്ങനെ കാണുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികളാണ്. അപ്പൊ എന്താണ് ഈ പഞ്ഞിനൂൽ വസ്ത്രം അല്ലെങ്കിൽ വിശേഷ വസ്ത്രം? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വിശേഷ വസ്ത്രവും പുരോഹിതൻ ഉപയോഗിക്കുന്നതായ വസ്ത്രവും അതുണ്ടാക്കുന്നതായ രീതി ഒരുപോലെ തന്നെയാണ്. അപ്പോ അത് പ്രവർത്തികളെ കുറിക്കുകയാണ്. നമുക്ക് സുവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോ 4 സുവിശേഷം കാണുവാനായിട്ട് കഴിയും. ഞാൻ അത് വിവരിക്കുന്നതിന് മുമ്പ് ഈ 4 നൂലിനെ കുറിച്ചുള്ളത് ചെറിയ വിവരണം തരാം. ഒന്നാമത്തത് പഞ്ഞിനൂലാണ്. രണ്ടാമത്തത് ധൂമ്രനൂലാണ്. ഈ ധൂമ്രനൂൽ, പ്രൈസ് ദി ലോർഡ്, നോക്കിക്കേ, അവിടെ നമുക്ക് ബ്ലൂ ആൻഡ് പർപ്പിൾ, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ നീലനൂല്, രണ്ടാമത്തെ നൂലെന്ന് പറയുന്നത് നീലനൂലാണ്. നീലനൂൽ, നീല നിറമെന്ന് പറയുന്നത് ആകാശത്തിന്റെ നിറമാണ്. ആകാശത്തിന്റെ നിറമെന്ന് പറയുമ്പോ അത് ദിവ്യത്വത്തെ കാണിക്കുകയാണ്, സ്വർഗീയ നിറത്തെ കാണിക്കുകയാണ്. നീലനൂൽ ആകാശത്തിന്റെ നിറമാണ്. അത് സ്വർഗത്തിലെ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഡിവിനിറ്റിയെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്വത്തെ കാണിക്കുന്നതായ നിറമാണ് നീലനൂൽ എന്ന് പറയുന്നത്. ഇനിയും മൂന്നാമത്തെ നൂലിന്റെ പ്രത്യേകത എന്താണ്? അത് ധൂമ്രനൂലാണ്. വേദപുസ്തകത്തിൽ ധൂമ്രവസ്ത്രം ആരാണ് സാധാരണ ധരിക്കാറ്? രാജാക്കന്മാർ ധരിക്കുകയാണ്. രാജാക്കന്മാർ ധരിക്കുന്നതായ വസ്ത്രമാണ് ധൂമ്രവസ്ത്രം എന്ന് പറയുന്നത്. രാജത്വത്തെ കാണിക്കുകയാണ്. നാലാമത് ചുവപ്പ് നൂൽ, ഇത് രക്തത്തിന്റെ നിറമാണ്. അപ്പൊ ഈ 4 നിറങ്ങളും നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ടൊന്ന് ചേർത്ത് പഠിക്കുമ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ 4 സ്വഭാവങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിലായി അത് റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ദിവ്യത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതായ സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. അപ്പോ ദിവ്യത്വം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിവ്യത്വത്തെ കാണിക്കുന്നതായ നിറമെന്ന് പറയുന്നത് നീലനൂലാണ്. ആ നീലനൂൽ കാണുമ്പോ പ്രൈസ് ദി ലോർഡ്, നാം മനസ്സിലാക്കേണ്ടത്, നാം ആലയത്തിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ളതായ ആ നിറഞ്ഞ മനസ്സോടെയാണ് നാം ഇവിടേക്ക് കടന്നു വരേണ്ടത്, ആലയത്തിലേക്ക് കടന്നു വരേണ്ടത്. രണ്ടാമത് പ്രൈസ് ദി ലോർഡ്, നമുക്ക് മത്തായിയുടെ സുവിശേഷം എടുക്കുമ്പോ മത്തായിയുടെ സുവിശേഷം റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവാണ് എന്ന് നമ്മെ അറിയിക്കുന്നതായ സുവിശേഷമാണ് മത്തായിയുടെ സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്വം, ധൂമ്രവസ്ത്രം അല്ലെങ്കിൽ ധൂമ്രനൂൽ എന്ന് പറയുന്നത് കർത്താവിന്റെ രാജ്യത്വത്തെ അല്ലെങ്കിൽ അധികാരത്തെ കുറിക്കുന്നതായ കാര്യമാണ്. ആലയത്തിലേക്ക് നാം കടന്നു വരുമ്പോ ദൈവത്തെ ആരാധിപ്പാൻ ഞായറാഴ്ചയായാലും വെള്ളിയാഴ്ചയായാലും ഇവൻ ബൈബിൾ ക്ലാസ്സിലായാലും നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാവാണ്. നമ്മെ ചേർക്കുവാൻ വേഗം വരികയാണ്. ഈ ഭൂമിയിൽ രാജാവായി കർത്താവ് വാഴും. അതിനുശേഷം നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തു എന്ന രാജാവിനോടൊപ്പം നാമും രാജാക്കന്മാരായിരിക്കുമെന്നുള്ളതായ ആ വലിയ പ്രത്യാശ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ്. നോക്കിയ സമാഗമന കൂടാരത്തെ പുറമേ നിന്ന് നോക്കുമ്പോ ക്രിസ്തുവിന്റെ 2 പ്രത്യേകമായ വൈശിഷ്ട്യത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. മൂന്നാമത്തെ നൂല്
ചുവപ്പ് നൂലാണ്. ആ ചുവപ്പ് നൂലെന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്, ലൂക്കോസിന്റെ സുവിശേഷം എന്താ കാണിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കാണിക്കുകയാണ്. മനുഷ്യനായി ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുവാൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? കഷ്ടം സഹിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, രക്തം ചിന്തി, നമുക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ രക്തം ചിന്തിയതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ നിറമാണ് ഈ ചുവപ്പ് നൂലിനെ കാണിക്കുന്നത്. ആ വീണ്ടെടുപ്പിൻ രക്തം, കർത്താവ് നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നതായ ആ മനുഷ്യത്വത്തെ കാണിക്കുന്നതാണ് ചുവപ്പ് നൂലെന്ന് പറയുന്നത്. ഇനി നാലാമത്തത് പ്രൈസ് ദി ലോർഡ്, പിരിച്ച പഞ്ഞി നൂലാണ്. പഞ്ഞി നൂൽ എന്തിനെ കാണിക്കുകയാണ്? പിരിച്ച പഞ്ഞി നൂൽ എന്ന് പറയുമ്പോൾ അത് പ്രവൃത്തിയെ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ദാസനായി വന്നതായ യജമാനനായ കർത്താവ് നമുക്ക് വേണ്ടി അവിടുന്ന് ദാസനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദാസത്വത്തിന്റെ പ്രവൃത്തികൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുന്നതായ ഒരു വ്യക്തിക്ക് കർത്താവിന്റെ ഉപദേശത്തെക്കാൾ, ദൈവിക സ്വഭാവത്തെക്കാൾ കൂടുതൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവ് ചെയ്തതായ പ്രവൃത്തികളുടെ വർണ്ണനയാണ്. അപ്പോ പ്രവൃത്തികൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എഴുതിയിരിക്കുന്നതായ ആ സുവിശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം. ഈ മർക്കോസിന്റെ സുവിശേഷത്തെയാണ് എന്ത് കാണിക്കുന്നത്? പിരിച്ച പഞ്ഞി നൂല് കാണിക്കുന്നത്. അപ്പൊ സമാഗമന കൂടാരത്തിന്റെ വെളിയിൽ നിന്ന് ഒരാ സമാഗമന കൂടാരത്തെ നോക്കുമ്പോ അതിനകത്തേക്ക് കിടക്കണ്ട. ആ വെളിയിൽ നിന്ന് നോക്കുമ്പോ ആ സമാഗമന കൂടാരത്തെ, തിരുനിവാസത്തെ മൂടിക്കൊണ്ട് കിടക്കുന്നതായ ആ തിരശീല, 4 നിറങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നതായ 10ഓളം തിരശീലകൾ, 10ഓളം മൂടുശീലകൾ അതിന്റെ മീതെ വിരിച്ചിരിക്കുകയാണ്. അതിന്റെ വിളങ്ങുന്നതായ 4 നിറങ്ങൾ കാണുന്നതായ ഒരുവന്, പുതിയ നിയമവിശ്വാസിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ആലയത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോ രാജാവായ ക്രിസ്തു, ദൈവമായ കർത്താവ്, എനിക്ക് വേണ്ടി മനുഷ്യനായി വിളങ്ങിയതായ വാഴ്ത്തപ്പെട്ട എന്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്തെടുത്തതായ എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കുവാനാണ് ഞാൻ ആലയത്തിലേക്ക് വരുന്നത് എന്നുള്ള ആ മനോഹര ദൃശ്യം നമ്മുടെ ഹൃദയത്തിൽ പതിയുകയാണ്. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തുവിനെ ദൃഷ്ടിപരമായി റെപ്രസെന്റ് ചെയ്യുന്നതാണ് സമാഗമന കൂടാരം. പ്രൈസ് ദി ലോർഡ്. ആ സമാഗമന കൂടാരത്തിന്റെ ആത്മീക നിഴലായിരിക്കുന്ന ദൈവസഭയിലെ അംഗങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ആലയത്തിലെ അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഒരു സഭാവിശ്വാസിയാണ്, ക്രിസ്തീയ സഭയിലെ അംഗമാണെന്ന് പറയുമ്പോ നാം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ ഈ 4 ഭാവങ്ങളോടും നാം താതാത്മ്യം പ്രാപിച്ചവരായിരിക്കണം എപ്പോഴും എന്നുള്ളതായ ചിന്ത നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾക്കിത് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോ രണ്ടാമത്തെ വാക്യത്തിലേക്ക്, ആ പുറപ്പാട് പുസ്തകം 2-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. 2-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ മൂടുശീലയ്ക്ക് 28 മുഴം നീളവും ഓരോ മൂടുശീലയ്ക്ക് 4 മുഴം വീതിയും, ഇങ്ങനെ മൂടുശീലയ്ക്കെല്ലാം ഒരളവായിരിക്കണം. ഇപ്പൊ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോ ആ കൂടാരം എന്ന് പറയുന്നത് എങ്ങനെയും എന്തെങ്കിലും ഇട്ടങ്ങ് മറച്ചാ പോരാ, ഏതെങ്കിലും തുണി കൊണ്ടുവന്ന് അങ്ങ് ഇട്ടാ പോരാ, ഏതളവിലായാലും ഇട്ടാ പോരാ കേട്ടോ. കൂടാരം പണിയണമെങ്കിൽ, ദൈവസഭ പണിയണമെങ്കിൽ പ്രത്യേക അളവുണ്ടായിരിക്കണം. അളവുകളെല്ലാം തുല്യമായിരിക്കണം. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവ് കൊണ്ടുവരരുത്. ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ചുള്ളതായ മെഷർമെന്റ് കൊണ്ടുവരരുത്. ആ കൊടുത്തിരിക്കുന്നതായ മെഷർമെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എത്ര മൂടുശീലയുണ്ട്? 10 മൂടുശീലയുണ്ട് കേട്ടോ. 10 മൂടുശീല.
ഒരു മൂടുശീലയുടെ നീളമെന്ന് പറയുന്നത് 28 മുഴമാണ്. അതിന്റെ വീതി എന്ന് പറയുന്നത് 4 മുഴമാണ്. അപ്പൊ വീതി 4 മുഴം. ഈ 4 മുഴത്തെ 4 മുഴം കൊണ്ട് 28 മുഴം വിഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് 7 ഗുണം 4 എന്ന് കിട്ടും. 28 എന്ന് പറഞ്ഞാൽ 7 ഗുണം 4. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഒരു മൂടുശീല എടുത്താൽ ആ മൂടുശീലയുടെ നീളം 28 മുഴം. അതിനെ വീതി എന്ന് പറയുന്ന 4 മുഴം കൊണ്ട് ആ അളവിനെ നമ്മൾ ഹരിച്ചാൽ 2 ഘടകങ്ങൾ കിട്ടും. 7 and 4. ഈ 7 എന്ന് പറയുന്നതും 4 എന്ന് പറയുന്നതും വേദപുസ്തകത്തിന്റെ സംഖ്യാ നിലവാരം അനുസരിച്ച് വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ സംഖ്യകളാണെന്ന് നമുക്കറിയാം. എന്താണ് ആ സംഖ്യയുടെ പ്രത്യേകത? 7 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയാണ്. 4 എന്ന് പറയുന്നത് ഭൂമിയുടെ സംഖ്യയാണ്. പ്രൈസ് ദി ലോർഡ്. 4 ഭൂമിയുടെ സംഖ്യയാകാൻ കാരണമുണ്ട്. ദിക്കുകൾ 4. ദിക്കുകൾ 4. പ്രൈസ് ദി ലോർഡ്. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. ഭൂമി എന്ന് പറയുമ്പോൾ 4 ദിക്കുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയുടെ അളവനുസരിച്ച് ഭൂമിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 4 ഭാഗങ്ങളാണ് എന്ന് കാണുവാൻ കഴിയും. എന്തൊക്കെയാ ഈ 4 ഭാഗങ്ങൾ? പ്രഭാതം, രാവിലെ, പ്രഭാതം, ഉച്ചയ്ക്ക്, മധ്യാഹ്നം, അത് കഴിഞ്ഞാൽ വൈകിട്ട് അല്ലെങ്കിൽ സന്ധ്യ, 4ാമത് രാത്രി. ഒരു ദിവസത്തെ 24 മണിക്കൂറിനെ നമുക്ക് ഈ 4 ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും. പ്രഭാതം, മധ്യാഹ്നം, സന്ധ്യാവേള, രാത്രി സമയം. അപ്പോ 4 ഭാഗങ്ങളായി ഒരു ദിവസം. പ്രൈസ് ദി ലോർഡ്. 4 ദിക്കുകൾ, 4 ദിവസത്തിന്റെ 4 ഭാഗങ്ങൾ. ഇനിയും മറ്റൊരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 4 എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളുണ്ട്. അതുപോലെ അതങ്ങ് വിട്ടേക്കാം. അപ്പൊ ഭൂമി എന്ന് പറയുന്ന ആ 4 ഭൂമിയുടെ സംഖ്യയായ 4നെ 7 എന്ന് പറയുന്ന ദൈവിക പൂർണ്ണത കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നതായ സംഖ്യയാണ് 28. പ്രൈസ് ദി ലോർഡ്. ആലയത്തെ മൂടുന്നതായ തിരശീല ദൈവിക പൂർണ്ണതയായ ക്രിസ്തുവും മനുഷ്യന്റെ പൂർണ്ണതയായ 4ഉം ദൈവിക കർത്താവിന്റെ ശുശ്രൂഷയിൽ ഈ 2 കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായും യോജിക്കുന്നതായി കാണുവാൻ കഴിയും. അപ്പോ മൂടുശീലയുടെ പ്രത്യേകത നോക്കിയേക്ക്. ദൈവത്തിന് സ്തോത്രം. ഒരെണ്ണം 27 മുഴമായിട്ടുണ്ടാക്കാൻ പാടും. നൂല് കുറഞ്ഞുപോയി. അതുകൊണ്ട് ഒരെണ്ണം 27 മുഴമാകട്ടെ. മറ്റേയാൾ ഉണ്ടാക്കിയതായ അല്ലെങ്കിൽ വേറൊരുണ്ടാക്കിയതായ മൂടുശീല നൂല് കൂടുതലുള്ളത് കൊണ്ട് 29 മുഴം നീളമുള്ളതായ ഒരു മൂടുശീല ഉണ്ടാക്കാം. ഈ 27ഉം ആ 29ഉം കൂടെ ആകുമ്പോ കൂട്ടുമ്പോ അതിന്റെ കൂട്ടുമ്പം ഒരേ അളവ് കിട്ടുമല്ലോ എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാ മൂടുശീലയും 28 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത് പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരൊറ്റ അളവല്ലാതെ മറ്റൊരളവ് ആലയത്തിനകത്ത്, ആലയത്തിന്റെ പുറത്തോ ആലയത്തിനകത്തോ ഇല്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തി ഒരാരാധന പുതിയ നിയമത്തിൽ ഇല്ല. ആരാധനയുടെ പൂർണ്ണത കർത്താവായ യേശു ക്രിസ്തുവിലാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം, അതിലാണ് ആരാധനയുടെ പൂർത്തീകരണമെന്ന് മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ആ തിരശീലകളുടെ അളവ് കുറച്ചിരിക്കുന്നത്. ഞാൻ ഇനി അത് വേഗത്തിലൊന്ന് വായിച്ചു പോകാം. ആ ഭാഗം നിങ്ങൾ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഒന്ന് തുറന്നു വെക്കുന്നത് നല്ലതാ. 26-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. 5 മൂടുശീല ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം, മറ്റേ 5 മൂടുശീലയും ഒന്നോടൊന്ന് ഇണച്ചിരിക്കണം. അപ്പോ 10 മൂടുശീല ഉണ്ടെന്ന് പറഞ്ഞു. ഈ മൂടുശീല എങ്ങനെയും എന്ന് തിരിച്ചിട്ടാൻ പറ്റത്തില്ല. ആ മൂടുശീല തമ്മിൽ ഇണച്ചതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോ
ഒന്നിന് ഒരു വലിവുണ്ടായാൽ ആ വലിവ് എല്ലാത്തിലും ഒരുപോലെ അനുഭവപ്പെടും. ഒന്ന് മാറ്റി മറ്റൊന്ന് മറ്റൊന്ന് സ്വതന്ത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ 10 മൂടുശീലയുണ്ടെങ്കിൽ ഈ 10 മൂടുശീലയും തമ്മിൽ കണക്ഷൻ ആയിരിക്കണം. അതെന്തിനെയാ കാണിക്കുന്നത്? ആലയത്തിലേക്ക് വരുന്നതായ വിശ്വാസികൾ തമ്മിലുള്ളതായ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് അളവുകളുള്ളതായ കണ്ണികളുണ്ട്, അളവുകളുള്ളതായ കൊളുത്തുകളുണ്ട്. താഴെ വായിക്കുമ്പോ ഇങ്ങനെ ഇണച്ചുണ്ടാക്കിയതായ ഒന്നാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ നീലനൂൽ കൊണ്ട് കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയുടെ പുറത്തെ മൂടുശീലയുടെ വിളുമ്പിലും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയിലുള്ളതായ മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. നമുക്കറിയാം കർട്ടന്റെ വിളുമ്പിൽ ഉണ്ടാക്കുന്നതായ ചെറിയ വട്ടമാണ് ഈ കണ്ണി എന്ന് പറയുന്നത്. എണ്ണിക്കൊണ്ട് ഓരോ കർട്ടന്റെയും വശത്ത് 50 കണ്ണികൾ ഉണ്ടാക്കണം. രണ്ടാമത്തെ കർട്ടന്റെ വശത്തും 50 കണ്ണി ഉണ്ടാക്കണം. ഈ കണ്ണികളെ തമ്മിൽ യോജിപ്പിക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ളതായ എന്തുണ്ടാക്കണം? കൊളുത്തുണ്ടാക്കണം. 50 കൊളുത്തുണ്ടാക്കണം. പൊന്നുകൊണ്ട് കൊളുത്തുണ്ടാക്കണം. ഈ കൊളുത്തുകളായിരിക്കണം ആ കർട്ടന്റെ കണ്ണികൾ തമ്മിൽ യോജിപ്പിക്കേണ്ടത്. അപ്പോ നമ്മൾ ചിന്തിച്ചേ, 28 മുഴം നീളമുള്ളതായ വലിയ ഒരു തിരശീല, രണ്ടാമത്തെ തിരശീലയും 28 മുഴം നീളമുള്ളതായ തിരശീലയുടെ ആ നീളമുള്ളതായ വശത്ത് കണ്ണികൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ കണ്ണികളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ്. ഈ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് പൊന്നുകൊണ്ടുള്ളതായ കൊളുത്ത ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതെ, തമ്മിൽ യോജിച്ചതായിരിക്കണം. അത് ദൈവിക സ്വഭാവത്താൽ യോജിപ്പിക്കപ്പെടുന്നതായിരിക്കണം വിശ്വാസികളുടെ നിലവാരം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോ ആലയത്തിന്റെ അകത്തേക്ക് വരുന്നതിന് മുമ്പ് ആലയത്തിന്റെ പുറവും നമ്മുടെ സഭയുടെ നിലവാരവും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുമ്പോ ഈ സമാഗമന കൂടാരത്തോട് എന്തേലും അടുത്തെങ്കിലുമുള്ളതായ സാമ്യത കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷരാർത്ഥത്തിൽ ആരാധിക്കുന്നതായ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആ ആരാധനയിൽ അങ്ങനെയുള്ളതായ ആരാധനയിൽ നിലനിൽക്കുന്നവനും മാത്രമേ സ്വർഗീയ കൂടാരത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. ശാന്തമായി ഒന്ന് ചിന്തിച്ച്, നമ്മൾ ആലയത്തിലേക്ക് കടന്നു വരുന്നു, എങ്ങനെയും 2 പാട്ടുപാടി ആരാധിച്ച് അല്ലെങ്കിൽ സങ്കീർത്തനം വായിച്ച് വചനം കേട്ട് വെളിയിറങ്ങുമ്പോൾ എല്ലാം മറന്നു. ഇനി അടുത്ത ആഴ്ചയിൽ അതേ സമയത്ത് വരുമ്പോഴിതൊക്കെ ഓർക്കത്തുള്ളൂ. അങ്ങനാണോ വേണ്ടിയത്? പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ ആരാധിക്കേണ്ടവരാണ്. ഇത് വളരെ മാർമികമായ വിഷയമാണ് കേട്ടോ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്നാൽ ഇന്ന് ഇത് പഠിപ്പിക്കുന്നത് ചുരുക്കമാണ്. ഇങ്ങനെയുള്ളതായ ആത്മീക മർമ്മങ്ങൾ ഗ്രഹിക്കുന്നത് വളരെ അപൂർവമാണ്. ആലയത്തിന്റെ സ്വഭാവം, ആലയത്തിൽ ആരാധിക്കുന്നവരുടെ ഹല്ലേലൂയ തമ്മിലുള്ളതായ ബന്ധം, പ്രൈസ് ദി ലോർഡ്, എങ്ങനെയായിരിക്കണമെന്നുള്ളത് സമാഗമന കൂടാരം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോ ഒരു മൂടുശീലയിൽ 50 കണ്ണി ഉണ്ടാക്കണം. രണ്ടാമത്തെ വിരിയിലുള്ളതായ മൂടുശീലയുടെ വിളുമ്പിലും 50 കണ്ണി ഉണ്ടാക്കണം. കണ്ണി നേർക്കുനേരെയായിരിക്കണം. പൊന്നുകൊണ്ട് 50 കൊളുത്തും ഉണ്ടാക്കണം. തിരുനിവാസം ഒന്നായിരിക്കാൻ തക്കവണ്ണം മൂടുശീലകളെ കൊളുത്തുകൊണ്ട് ഇണച്ച് ഒന്നാക്കണം, ഒന്നിച്ച് ഇണക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു മൂടുശീല ദൈവത്തിന്റെ അളവിൻ പ്രകാരം ഉണ്ടാക്കി, മറ്റേ മൂടുശീലയും ദൈവത്തിന്റെ അളവിൻ പ്രകാരം ഉണ്ടാക്കി. പക്ഷെ തമ്മിൽ ബന്ധിപ്പിച്ചില്ലെങ്കിൽ സമാഗമന കൂടാരമാകുകയില്ല, ദൈവം ഇറങ്ങി വരുന്ന കൂടാരമാകുകയില്ല, ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുന്ന കൂടാരമാകുകയില്ല. എന്തുകൊണ്ട്? ദൈവസഭകളിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു.
ഒരുപക്ഷെ ദൈവത്തിന്റെ അളവിൻ പ്രകാരം മൂടുശീല ഉണ്ടാക്കിയിരിക്കാം. നീളവും വീതിയും ഒക്കെ അതുപോലെ തന്നെ ആയിരിക്കാം. രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതാണ്, വചനം പ്രമാണിക്കുന്നവരുമായിരിക്കും. വരുന്നവരെല്ലാവരും അങ്ങനെ ആയിരിക്കണമല്ലോ. പക്ഷേ തമ്മിൽ തമ്മിൽ ഇണച്ചിട്ടുണ്ടോ? ഈ തമ്മിൽ ഇണയ്ക്കുന്നില്ല എങ്കിൽ സമാഗമന കൂടാരമാകുന്നില്ല എന്നാണ് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്. 10 പേരെ ഉള്ളൂ എങ്കിൽ 10 പേർ തമ്മിൽ ഇണച്ചിരിക്കണം. 10 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ 50 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ തമ്മിൽ ഇണയ്ക്കണം. ആലയത്തിന്റെ മനോഹാരിത അവിടെയാ. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നത് അവിടെയാ. സഭയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് അവിടെയാ. പ്രൈസ് ദി ലോർഡ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ ആരാധിക്കുന്നതായ എന്റെ സഭയിൽ, അത് ലോക്കൽ സഭയാകട്ടെ, നാട്ടിലെ സഭയാകട്ടെ, ഇവിടുത്തെ സഭയാകട്ടെ, ഇങ്ങനൊരു അനുഭവം വരുവാൻ എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയുന്നത് ഞാൻ ചെയ്യാം എന്ന് ഹൃദയത്തിൽ ഒരു തീരുമാനം നമുക്ക് എടുക്കണം. ഇതിലാണ് ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടത്. ഈ വചനം പഠിക്കാനാണ് ആർക്കും താല്പര്യമില്ലാത്തത്. പഠിക്കേണ്ടത് ഇതാണ്, അനുസരിക്കേണ്ടത് ഇതാണ്, പിൻപറ്റേണ്ടത് ഇതാണ്. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടതിന് വേണ്ടി. എന്നാൽ ഇത് പഠിക്കാൻ താല്പര്യമില്ല, കേൾക്കാൻ മനസ്സില്ല, കേട്ടാലും അനുസരിപ്പാൻ തയ്യാറുമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അങ്ങനെ ആയിരിക്കരുത് എന്ന് മാർമികമായ അനുഭവം ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് താല്പര്യപ്പെടുകയാ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോ വീണ്ടും നമുക്ക് ഞാൻ 26-ാം അധ്യായത്തിൽ തന്നെ അത് ഒറ്റ സ്ക്രീൻ കൊണ്ട് നിർത്തണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതിന്റെ ആത്മീക അർത്ഥങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് വിവരിക്കാതെ ഒന്ന് പോകുവാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് ഓരോ വാക്യമായി ഞാൻ വായിച്ചു പോകുകയാണ്. 5 മൂടുശീല ഒന്നായും 6 മൂടുശീല ഒന്നായും ഇണച്ച് 6-ാമത്തെ മൂടുശീല കൂടാരത്തിന്റെ മുൻവശത്തെ മടക്കിയിടണം. ഇണച്ചുണ്ടാക്കിയ 1-ാമത്തെ വിരിയുടെ അറ്റത്തുള്ള മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും 2-ാമത്തെ വിരിയുടെ മൂടുശീലയുടെ വിളുമ്പിൽ 50 കണ്ണിയും ഉണ്ടാക്കണം. താമ്രം കൊണ്ട് 50 കൊളുത്തുമുണ്ടാക്കി കൊളുത്ത് കണ്ണിയിലിട്ട് കൂടാരം ഒന്നായിരിക്കത്തക്കവണ്ണം ഇണച്ചുകൊള്ളണം. മൂടുവിരിയുടെ മൂടുശീലയിൽ മിച്ചമായി കവിഞ്ഞു കിടക്കുന്ന പാതി മൂടുശീല തിരുനിവാസത്തിന്റെ പിൻവശത്ത് തൂക്കിയിടണം. മൂടുവിരിയുടെ മൂടുശീല നീളത്തിൽ ശേഷിപ്പുള്ളത് ഇപ്പുറത്ത് 1 മുഴവും അപ്പുറത്ത് 1 മുഴവും ഇങ്ങനെ തിരുനിവാസത്തെ മൂടേണ്ടതിന് അതിന്റെ 2 പാർശ്വങ്ങളും തൂങ്ങിക്കിടക്കണം. ചുവപ്പിച്ച ആട്ടുംതോൽ കൊണ്ട് മൂടുവിരിക്ക് ഒരു പുറമൂടിയും അതിന്റെ മീതെ തകശു തോൽ കൊണ്ട് ഒരു പുറമൂടിയും ഉണ്ടാക്കണം. ഇതാണ് തിരുനിവാസത്തിന്റെ മൊത്തത്തിലുള്ളതായ പിക്ചർ. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തിരുനിവാസത്തെ അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും ഉൾക്കൊള്ളുന്നതായ തിരുനിവാസം എന്ന് പറയുന്നത് ഈ മൂടുശീലകളാൽ മറയ്ക്കപ്പെട്ടതായ ഈ കൂടാരമാണ്. അതിന്റെ ആത്മീയ അർത്ഥം പുതിയ നിയമസഭയുമായിട്ടുള്ളതായ താരതമ്യപ്പെടുത്തിയ ആത്മീയാർത്ഥം, അതിന്റെ അളവുകളിലുള്ളതായ പ്രത്യേകത അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. നമ്മുടെ ചിന്തയിൽ എപ്പോഴും അത് ഉണ്ടാകിയിരിക്കട്ടെ. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് 2-ാമത്തെ ഭാഗത്തേക്കാണ്. അത് ഇതിനേക്കാൾ രസകരമാണ്, ഇതിനേക്കാൾ മാർമികമാണ്. പ്രൈസ് ദി ലോർഡ്. തിരുനിവാസത്തിന്റെ നമ്മൾ നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടു, ആ തിരുനിവാസത്തിന്റെ ഈ 3 വശവും നീളമുള്ളതായ 2 വശവും അതിന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ളതായ ഈ ചെറിയ വശവും പലകകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. തൂണുകൾ കുഴിച്ചിട്ട് തൂണുകൾക്കിടയിൽ പലകകൾ കൊണ്ട് അത് മറച്ചിരിക്കുകയാണ്. പലകകൾ കൊണ്ട് മറച്ചിരിക്കുന്നതിന് വിവരണം ഞാനൊന്ന് വായിക്കാം. അത് വിവരിക്കാനായിട്ട് എന്റെ മുമ്പിൽ ഇന്ന് സമയമില്ല. 26-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, തിരുനിവാസത്തിന് കതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകളും ഉണ്ടാക്കണം. 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഓരോ പലകയ്ക്കും 10 മുഴം നീളവും 1.5 മുഴം വീതിയും ഉണ്ടായിരിക്കണം.
ഓരോ പലകയ്ക്ക് ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്ന 2 കുടുമ ഉണ്ടായിരിക്കണം. തിരുനിവാസത്തിന്റെ പലകയ്ക്കൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ പലകകൾ ഉണ്ടാക്കണം. തെക്കുവശത്തേക്ക് 20 പലക, 20 പലകയ്ക്കും താഴെ വെള്ളി കൊണ്ട് 40 ചുവട്. ഒരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും, മറ്റൊരു പലകയുടെ അടിയിൽ 2 കുടുമയ്ക്ക് 2 ചുവടും. ഇങ്ങനെ 20 പലകകളുടെയും അടിയിൽ വെള്ളി കൊണ്ട് 40 ചുവട് ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ മറുപുറത്ത് വടക്കുവശത്തേക്ക് 20 പലകയും, ഒരു പലകയുടെ താഴെ 2 ചുവട്, മറ്റൊരു പലകയുടെ താഴെ 2 ചുവട്. ഇങ്ങനെ അവയ്ക്ക് 40 വെള്ളിച്ചുവടും ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ പിൻവശത്ത് പടിഞ്ഞാറോട്ട് 6 പലക ഉണ്ടാക്കണം. തിരുനിവാസത്തിന്റെ 2 വശത്തുമുള്ള മൂലയ്ക്ക് ഈ 2 പലക ഉണ്ടാക്കണം. ഇവ താഴെ ഇരട്ടിയായിരിക്കണം. മേലറ്റത്തോ 1-ാം വളയം വരെ തമ്മിൽ ചേർന്ന് ഒറ്റയായിരിക്കണം. രണ്ടിലും അങ്ങനെ തന്നെ വേണം. അവ 2 മൂലയ്ക്കും ഇരിക്കണം. ഇങ്ങനെ 8 പലകയും അവയുടെ വെള്ളിച്ചുവട്, ഒരു പലകയുടെ അടിയിൽ 2 ചുവട്, മറ്റൊരു പലകയുടെ അടിയിൽ 2 ചുവട്. ഇങ്ങനെ 16 വെള്ളിച്ചുവടും വേണം. മതി. ഇതാണ് തിരുനിവാസത്തിന് മറച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായ പലകകളുടെ വിവരണം. പലകകളുടെ വിവരണം ഏതാണ്ട് 10 വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വളരെ ഗഹനമായ വിഷയങ്ങളാണ്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലകകളുടെ എണ്ണം മാത്രം പറഞ്ഞ് എന്റെ ക്ലാസ് അവസാനിപ്പിക്കാം. ആ ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോ തിരുനിവാസത്തിന് കതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കണം. നമുക്കറിയാം തിരുനിവാസത്തിന് 4 വശങ്ങളുണ്ട്. കിഴക്കോട്ടാണ് തിരുനിവാസം. അപ്പോ ആ തിരുനിവാസത്തിന്റെ മുൻഭാഗം പലകകളല്ല, മുൻഭാഗം തിരശീല കൊണ്ട് മറച്ചിരിക്കുകയാണ്. പലകകൾ 3 വശത്ത് മാത്രമേ ഉള്ളൂ. നീളമുള്ളതായ 2 വശം, തെക്കുവശവും വടക്കുവശവും. തെക്കുവശത്ത് 20 പലകകളാണ്, വടക്കുവശത്ത് 20 പലകകൾ. ഇതിന്റെ 20 40. ഇനിയും പടിഞ്ഞാറ് ഭാഗത്ത് 6 പലകകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഈ 6 പലകകളും ആറാമത്തെ പടിഞ്ഞാറ് വശത്തുള്ളതായ 1-ാമത്തെ പലകയും പടിഞ്ഞാറ് വശത്തെ 6-ാമത്തെ പലകയും തമ്മിൽ കോർണറിൽ വിടവുണ്ട്. ആ വിടവ് പരിഹരിക്കാനായിട്ട് ആ കോർണറിൽ 2 പലകകൾ ഉണ്ടാക്കും. ആ 2 പലകകളുടെ കട്ടി ഈ 2 വീതം ഉള്ളതായ 2 പലകകളാണ് ഉണ്ടാക്കുന്നത്. അപ്പോ ഇടത്തെ കോർണറിൽ ഒരു കോർണർ പലക, വലത്തെ കോർണറിൽ ഒരു മൂലപ്പലക അല്ലെങ്കിൽ കോർണർ പലക. അതെല്ലാം കൂടെ ചേർക്കുമ്പോൾ 20 അധികം 20 പ്ലസ് 6 പ്ലസ് 1 പ്ലസ് 1. അപ്പൊ എത്ര പലകകളായി? 20 20 40, 40 6 46. കോർണറിലെ 2 പലകകളും കൂടെ ആകുമ്പോ 48 പലകകൾ. ഈ 48 പലകകൾ കൊണ്ടാണ് ഈ തിരുനിവാസം മുഴുവനും മറച്ചിരിക്കുന്നത്. 48 എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ 48ന്റെ ആ സംഖ്യയുടെ ഒരു പ്രത്യേകത വരണം. ആ പ്രത്യേകത പറയുന്നതിന് മുമ്പ് കതിരമരത്തിന്റെ, എന്തുകൊണ്ടാണ് കതിരമരം തന്നെ എടുക്കാൻ കാരണം? നോഹയുടെ പെട്ടകം ഉണ്ടാക്കിയത് ഗോഫർ മരമാണെന്നറിയാം. ആ ഗോഫർ മരം എടുക്കാൻ പ്രത്യേക കാരണങ്ങളുണ്ട്. ഇവിടെ പെട്ടകം ഉണ്ടാക്കേണ്ടതിനെടുത്തത് ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഉണ്ടാക്കേണ്ടതിനെടുത്തത് കതിരമരമാണ്. അതേ കതിരമരം തന്നെയാണ് ആലയത്തിന്റെ ആലയം മറയ്ക്കേണ്ടതിന്, ആലയത്തിന്റെ പലകകളും ഉണ്ടാക്കേണ്ടതിന് ദൈവം നിശ്ചയിച്ച പലക. ഇതെന്താണ് ഈ കതിരമരം തന്നെ എടുക്കാൻ കാരണം? കതിരമരത്തിന്റെ സ്വഭാവമാണ്. കതിരമരത്തിന്റെ പ്രത്യേകമായ 3 സ്വഭാവങ്ങൾ പറയാനുള്ളതായ സമയമുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത്, കതിരമരത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് കറുത്തതാണ്. ചില കറുപ്പിന് നല്ല
ഭംഗിയാണെങ്കിലും ഈ കതിരമരത്തിന്റെ കറുപ്പ് ഒട്ടും ആകർഷകമല്ലാത്ത കറുപ്പ്. മനുഷ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടാത്തതായ ഒരു പ്രത്യേക നിറമാണ് ഈ കതിരമരത്തിനുള്ളത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകനായ യെശയ്യാവ് 53-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതായ വിവരണം കതിരമരത്തോട് തീർത്തും യോജിക്കുന്നതാണ്. എന്താണ് 53-ൽ പറഞ്ഞിരിക്കുന്നതായ കാര്യം? അവരെ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. കതിരമരം മറ്റുള്ളവരാരും ശ്രദ്ധിക്കാത്ത, ഇഷ്ടപ്പെടാത്ത ഒരു മരമാണത്. ദൈവം തിരഞ്ഞെടുത്തത്, സമാഗമന കൂടാരം പണിയുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ആ കതിരമരമാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം തന്റെ ദാസന്മാരിലും ഉണ്ടാകണം. ദൈവം വസിക്കുന്നതിന് തിരഞ്ഞെടുത്തതായ കതിരമരമാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിന്റെ സ്വഭാവം എന്തായിരിക്കുന്നുവോ ആ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടണം. എന്തിനു വേണ്ടി? തിരുനിവാസം പണിയപ്പെടേണ്ടതിനു വേണ്ടി. അതല്ലേ ഫിലിപ്പിയ ലേഖനം പറയുന്നത്? ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എത്ര പ്രാവശ്യം നമ്മൾ കേട്ടതാണ്, എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ കേൾക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിന്റെ ഭാവങ്ങൾക്കോ നമ്മുടെ ജീവിതത്തിലെ ക്യാരക്ടറിനോ ക്രിസ്ത്യൻ ക്യാരക്ടറിനോ പ്രൈസ് ദി ലോർഡ് ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡിനോ വ്യതിയാനം വന്നേ പറ്റുകയുള്ളൂ. അതൊരിക്കലും കുറഞ്ഞു പോകുവാനിടയായിട്ട് തീരരുത്. അതുപോലെ തന്നെയാണ് കർത്താവിന്റെ ദാസന്മാരെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതായ കാര്യം. ഒന്നാമത്തെ സ്വഭാവം മാത്രമേ പറയുവാനായിട്ട് മുമ്പിൽ സമയമുള്ള മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതായ കാര്യം നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ, ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 5 വേഴ്സസ് 11 and 12 എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ബ്ലെസ്ഡ് ആർ യു വെൻ men shall revile you and persecute you and shall say all manner of evil against you falsely. For my sake rejoice and be exceeding glad, for great is your reward in heaven. For so persecuted they the prophets which were before you. കർത്താവ് എന്താ പറഞ്ഞത്? എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ടെല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറയുന്നത്, and he lifted up his eyes on his disciples and said, blessed be you poor, for yours is the kingdom of God. Blessed are you that hunger now, for you shall be filled. Blessed are you that weep now, for you shall laugh. Blessed are you when men shall hate you, and when they shall separate you from their company, and shall reproach you, and cast out your name as evil for the Son of Man's sake. Rejoice you in that day, and leap for joy, for behold, your reward is great in heaven. For in the like manner did their fathers unto the prophets. ശിഷ്യന്മാരെ നോക്കി എന്താ പറഞ്ഞത്? ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദേവരായ നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്കുന്ന തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാൾ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ ചെയ്തുവല്ലോ. സമാഗമന കൂടാരത്തിന്റെ പലകകളുടെ സ്വഭാവമാണത് കാണിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലോകമക്കളോട് ചേർന്ന് അവർ പറയുന്നതിന് അവരുടെ ഭാഷയിൽ തന്നെ പ്രതികരിക്കുകയും അവരുടെ ഭാവത്തിൽ തന്നെ ഉത്തരം പറയുകയും അവർ ചെയ്യുന്നതിന് അതേ നാണയത്തിൽ
മറുപടി കൊടുക്കുകയും ചെയ്ത കതിരമരങ്ങളെ കൊണ്ട്, പലകകളെ കൊണ്ട് ആലയം പണി നടക്കുകയില്ല. അങ്ങനെയുള്ള പലകകളാൽ പണിയപ്പെടുന്ന ആലയം സമാഗമന കൂടാരങ്ങളല്ല എന്ന് തിരിച്ചറിയേണ്ട കാലഘട്ടമാണിത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ടാ കർത്താവ് പറഞ്ഞത്, കർത്താവ് വരുമ്പോ കർത്താവിന്റെ സമാഗമന കൂടാരത്തിന് തുല്യരായ പലകകളില്ലാതെ സമാഗമന കൂടാരം പോലും കാണുകയില്ല എന്ന്. മനുഷ്യപുത്രന്റെ വരവിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കാൻ കാരണം അതാണ്. പലകകൾ ഉണ്ടായിരിക്കാം, പക്ഷേ കർത്താവിന്റെ അളവിൻ പ്രകാരമുള്ളതായ പലകകളല്ലെങ്കിൽ, കർത്താവിന്റെ ഭാവപ്രകാരമുള്ളതായ കതിരമരത്തിന്റെ സ്വഭാവം പലകകൾക്കില്ലെങ്കിൽ, വനത്തിൽ എത്രയോ വിലയേറിയതായ തടികളുണ്ട്, ദേവദാരുണ്ട്, ഇല്ലേ? അനേക വിലപിടിപ്പുള്ളതായ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തേക്കുണ്ട്, ഈട്ടിയുണ്ട്, മഹാഗണിയുണ്ട്, കണ്ടാൽ മനോഹരമായ അനേക തടികളുണ്ട്. പക്ഷേ ഈ മനോഹരമായ തടികളൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യമുള്ളത് കാട്ടിൽ ആരാലും ശ്രദ്ധിക്കാതെ കിടക്കുന്ന, ആർക്കും ഇഷ്ടപ്പെടാതെ കിടക്കുന്ന, എല്ലാവരും ത്യജിക്കപ്പെടാൻ സാധ്യതയുള്ള കതിരമരങ്ങളെയാണ്. ആ കതിരമരങ്ങളെ കൊണ്ടുവന്ന് അളവിൻ പ്രകാരം കീറി, അളവിൻ പ്രകാരം മുറിച്ച്, അളവിൻ പ്രകാരം പണിത്, അത് അളവിൻ പ്രകാരം വെക്കുമ്പോൾ ആലയത്തിന്റെ കവറിങ്ങായി മാറും, ആലയമായി മാറും. അങ്ങനെയുള്ളതായ ആലയമാണ് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ പണിതത്. ഇന്നത്തെ ആലയത്തിന്റെ പലകകൾ ഒരുപക്ഷെ ദേവദാരുക്കളായിരിക്കാം, ഈട്ടിയായിരിക്കാം, അല്ലെങ്കിൽ വിലപിടിപ്പുള്ളതായ ചന്ദനമരമായിരിക്കാം, എന്തുമാകാം. പക്ഷേ കതിരമരമാകാത്തിടത്തോളം കാലം അതിനകത്ത് ദൈവത്തിന്റെ വാസമുണ്ടാകുകയില്ല എന്ന് നാം തിരിച്ചറിയണം. അപ്പൊ കതിരമരത്തിന്റെ ഒരു പ്രത്യേകത അത് കറുത്തതാണ്. ഈ അടുത്ത പ്രത്യേകത പറയാൻ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.